വികാരി ഫാദർ രഞ്ജിത്ത് മടത്തറ അച്ഛന്റെ ജൂബിലിയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും സർവശക്തനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനുമാണ്. അനുസരിച്ച് പൂർത്തീകരിക്കുവാൻ നമുക്ക് അതിന് ഇട നൽകി. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് തന്നിട്ടൊരു സമ്മാനമായിട്ടാണ് നമ്മൾ അതിനെ കരുതലിയായി തീരുവാൻ നമുക്ക് സാധിച്ചു. അതിന് നമുക്ക് അച്ഛനോടുള്ള നന്ദി നമുക്ക് ആദ്യം തന്നെ അറിയിക്കും. എന്നിരുന്നാലും നമ്മുടെ ഇടവകയുടെ ഒരു കടമ നമ്മുടെ ചുമതലയായതായിട്ട് നമ്മൾ അതുകൊണ്ട് അച്ഛൻ്റെ സിൽവർ ജൂബിലി ഇടവക അച്ഛൻ്റെ മാതൃകടവകയിൽ ഡിസംബർ 28-നാണ് ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ അതിന് മുൻപ് തന്നെ നമ്മൾ ആലോചന തുടങ്ങി. നമുക്ക് നവംബർ മാസത്തിൽ തന്നെ തീരുമാനമനുസരിച്ച് നടത്തുവാൻ സാധിച്ചു. അച്ഛൻ്റെ സിൽവർ ജൂബിലിയുടെ സമയം ആഘോഷം ആലോചന സമയത്ത് അച്ഛൻ പറഞ്ഞു വളരെ ലളിതമായ രീതിയിൽ മാത്രം നടത്തിയാൽ മതി എന്നാണ് അച്ഛൻ്റെ നിഷ്കർഷ. അച്ഛന് അത് വളരെ ശാഠ്യപൂർവ്വം നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിലും ലളിതമായിട്ട് ഇനി നടത്തുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ലളിതമായ ചടങ്ങാണെങ്കിൽ പോലും നമുക്കത് പ്രൗഢഗംഭീരമാക്കുവാൻ സാധിച്ചത് നമ്മുടെ മുൻ വികാരി അച്ഛൻ ചെത്തിപ്പടി അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ മാതാവിൻ്റെ അമ്മച്ചിയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ അത് ഏറ്റവും പ്രൗഢഗംഭീരമായി തീർന്നു എന്നാണ് നാം കരുതുന്നത്. പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊടുക്കും. അതുകൊണ്ട് അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നിരണം മേഖലയിൽ തന്നെ ഉള്ളതാണ് മദർ ശാന്തി സിസ്റ്റർ ബദനി സന്യാസി സഭയുടെ തിരുവല്ല പ്രൊവിൻഷ്യലാണ്. ഇപ്പം നമ്മുടെ നിരണം മേഖലയിലെ പാണ്ടങ്കരി ഇടവകാംഗമാണ്. പ്രൊവിൻഷ്യലായിട്ട് ചുമതലയേറ്റ് മദർ ശാന്തി ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബദനി സന്യാസിനി സമൂഹത്തിന് നമ്മളോടുള്ള കരുതലിന്റെ പ്രതീകമായിട്ട് ഇവിടെ നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന മദർ ശാന്തിയെ ഈ യോഗത്തിന്റെ പേരിലും ഇടവകാംഗങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നാം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ വികാരി അച്ഛനാണ്. നമ്മുടെ വികാരി അച്ഛൻ രഞ്ജിത്ത് അച്ഛനെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും ഇടവക കമ്മിറ്റിയുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ചടങ്ങ് കൂടുതൽ പ്രൗഢഗംഭീരമാക്കിയത് അച്ഛൻ്റെ അമ്മച്ചിയുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അമ്മച്ചിയുടെ ആരോഗ്യ പ്രശ്നം ക്ഷീണങ്ങളുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ സഹോദരൻ രാജേഷ്, കുടുംബാംഗങ്ങൾ, അമ്മച്ചി ഓരോരുത്തരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും കൂടി കാലേക്കൂട്ടി തന്നെ എത്തിച്ചേർന്നു. എല്ലാവരെയും നമ്മുടെ ഇടവകയുടെ പേരിലും നമ്മുടെ കമ്മിറ്റിയുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റെടുത്ത് നടത്തി എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്താൻ സഹായിച്ച നമ്മുടെ ഇടവകയിലെ കുഞ്ഞു മക്കൾ, MCCA പ്രതിനിധികൾ, ഇടവകാംഗങ്ങൾ, ശുശ്രൂഷകർ ഏവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജൂബിലി സമ്മേളനത്തിൻ്റെ കാരണഭൂതനായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത്ത് മടത്തമ്പലച്ചൻ,
ബദരി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കുന്ന മദർ ശാന്തി, ജൂബിലി തന്നിറവിൽ ശോഭിതമീ സുദിനം ചൊരിയുകദാസന് നിരതം നിൻ തിരുകൃപനാഥ. ജൂബിലി തന്നിറവിൽ ശോഭിതമീ സുദിനം ചൊരിയുകദാസന് നിരതം നിൻ തിരുകൃപനാഥ. മംഗളഗീതകുമാ അതിരൂപതയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ മദർ ശാന്തിയെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഏവരുടെയും ഗുരുസ്ഥാനീയനായിരിക്കുന്ന ഇന്നത്തെ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നൽകിയ ഈ ഇടവകയുടെ മുൻവികാരിയുമായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ആന്റണി ചിത്തിപ്പുഴ അച്ഛ, ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന് പ്രധാന കാരണമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ രജിത ജൂബിലി ആഘോഷിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട രഞ്ജിത്ത് അച്ഛ, അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാവ്, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റർ, ഇടവകാംഗങ്ങളെ, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഗീതമായ നമസ്കാരം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് അല്ലെ രൂപീകരണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന് ആ വ്യക്തിയുടെ ഫാമിലി, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ജീൻ എന്ന് പറയും. രണ്ട് ആ വ്യക്തിയുടെ സറൗണ്ടിങ്സ്, അവൻ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ. നമ്മുടെ രഞ്ജിത്ത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്താൽ ഇത് രണ്ടും ഭംഗിയായി ലഭിച്ചു എന്നുള്ളതാണ് അച്ഛൻ്റെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛൻ ഒരു ദൈവവിളിയുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. നടത്തറമ്പിലെ വല്യച്ഛൻ രൂപതയിൽ അറിയപ്പെടുന്നത് തന്നെ ട്രബിൾ ഷൂട്ടർ എന്നാണ്. സഭയുടെ പ്രതിസന്ധിയുടെ സമയങ്ങളിലൊക്കെ തന്നെ സൊല്യൂഷന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതിനെ ചങ്കൂറ്റത്തോടെ നേരിട്ട ഒരു വ്യക്തിയാണ് വലിയ നടത്തറമ്പിലച്ഛൻ. പിന്നെ അച്ഛൻ്റെ സറൗണ്ടിങ്സ്, അച്ഛൻ്റെ റീജൻസി കാലഘട്ടം നമ്മുടെ രൂപതയുടെ നമ്മുടെ സഭയുടെ പിള്ളത്തൊട്ടിലായ തിരുമൂലപുരത്തായിരുന്നു. തിരുമൂലപുരം എന്ന് പറയുന്നത് മാർ ഇവാനിയോസ് ചിലവഴിച്ച സ്ഥലമാണ്. മാർ ദിയാസ്കോറോസ് കബറടങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മുടെ അത്താനിയോസ് പിതാവിൻ്റെ മാതൃ ഇടവകയാണ്. അവിടെയാണ്
അച്ഛൻ്റെ റീജൻസി കാലഘട്ടം അച്ഛൻ ചെലവഴിച്ചത്. പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് കുറിയാക്കോസ് എന്നാണ് ശരിക്കുമുള്ള ഒഫീഷ്യൽ നെയിം. കുറിയാക്കോസ് എന്ന വാക്കിൻ്റെ ഇത് ഒരു ഗ്രീക്ക് നാമമാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൂടെയുള്ളവൻ എന്നാണ്. അത് ശരിക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ പുരോഹിതനായി അധികം താമസിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ആക്സിഡന്റ് വരികയുണ്ടായി. ശരിക്കും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് അച്ഛന് അതിൽ നിന്നും രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അച്ഛന് വീണ്ടും ശുശ്രൂഷയിൽ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചത്. പിന്നെ അച്ഛൻ UK ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആന്റണി അച്ഛനൊക്കെ UK പ്രവർത്തനം പറഞ്ഞു. അച്ഛൻ കൂടുതൽ ശ്രദ്ധിച്ചത് ആത്മീയ കാര്യങ്ങൾക്കാണ്. അച്ഛൻ നമ്മുടെ ജോളി കരിമ്പിലച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ GCC പോലെ ഒരു നല്ല ക്യാമ്പ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവിടെ സംഘടിപ്പിച്ചത് ആ UK നമ്മുടെ ജനം, നമ്മുടെ സമൂഹം വളരെ നന്ദിയോടുകൂടിയാണ് എന്നും ഓർക്കുന്നത്. അച്ഛനെ പറ്റി ഇനിയും പറയുവാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കി തന്നെ പറയുകയാണ്, സമയം പോകുന്നതുകൊണ്ട്. അച്ഛൻ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അതിജീവിക്കുന്നവനാണ്. പൊതുവെ അച്ഛനെ കുറിച്ച് പറയുന്നത് വളരെ സൗമ്യനാണ്, അപ്രോച്ചബിൾ ആണ്, ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു കാര്യം ഏൽപ്പിച്ച 100% ആത്മാർത്ഥതയോടുകൂടിയാണ് അച്ഛൻ പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ ആരോടും അങ്ങനെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രകോപനത്തിലും അച്ഛൻ അങ്ങനെ വീഴാറില്ല. പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്കിപ്പോൾ കാണാം എവിടെയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് കൺസ്ട്രക്ഷൻ, ഡിസ്ട്രക്ഷൻ, പണിയുക, പൊളിക്കുക. ഏത് ഭാഗത്ത് നോക്കിയാലും കാണാം. നമ്മുടെ ഈ പള്ളിയുടെ ഒരു നവീകരണവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും കേട്ടിരുന്നു, ഇതങ്ങ് പൊളിച്ചിട്ട് പുതിയൊരു പള്ളി എന്ന് പണിയണം. ശരിയാണ്, പലയിടത്തും നിന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്, എവിടെയും കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അച്ഛൻ ചെയ്തത് അടുത്ത ഒരു 25 വർഷത്തേക്ക് നമ്മുടെ ഇടവക സമൂഹത്തിൽ ഈ പള്ളി മതി, അതൊന്ന് നവീകരിച്ചാൽ മതി, അത് മനോഹരമായ ഒരു പള്ളിയാക്കി തീർത്താൽ മതി. അതാണ് അച്ഛൻ ചെയ്തത്. അച്ഛൻ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവനാണ് എന്ന് കരുതി അച്ഛൻ വളരെ ചെറിയ കാര്യത്തിൽ വരെ വളരെ ശ്രദ്ധാലുവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ പടിഞ്ഞാറെ വാതില് നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഈസി ആയിട്ട് കയറുന്നതിന് അച്ഛൻ അവിടെ 2 സൈഡിലും കൈവരി ഉണ്ടാക്കി ഒരു പിടി പോലെ ഈസി ആയിട്ട് കയറുക. അത് പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അത്രയും മൈന്യൂട്ടായ കാര്യങ്ങളിൽ വരെ അച്ഛൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ ഫാമിലിക്ക് അച്ഛൻ്റെ നിന്നൊരു വലിയ ആത്മീയ അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഫാമിലിയോടെ ഒരു ധ്യാനത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മച്ചി ശ്രദ്ധിച്ചു, എൻ്റെ ഈ കൊച്ചുമോള് 8-9 വയസ്സേ ഉള്ളൂ. അപ്പം അവിടെ പൈശാചിക ബന്ധനത്തെക്കുറിച്ചും പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ അച്ഛൻ അവിടെ പ്രസംഗിച്ച ബ്രദർ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഉറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഇത് 2-3 ദിവസമായി ഞങ്ങളുടെ ഉറക്കം നടക്കുന്നില്ല. ഞാനങ്ങ് വിഷമിച്ചു പോയി. അപ്പം ഞാനൊരു ദിവസം രാത്രി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, 8-9 ഞങ്ങൾക്ക് ഇങ്ങനെ അച്ഛനെ ഒന്ന് കാണണം, ഇതാ പ്രശ്നമാണ്. അച്ഛൻ ഉടനെ തന്നെ വരാൻ പറഞ്ഞ് സ്കൂളിൻ്റെ ഓഫീസിൽ രാത്രി ഞങ്ങൾ ചെന്നു. അച്ഛന് ഒരു 1.5 മണിക്കൂർ മോളോട് സംസാരിച്ചു. എന്നിട്ട് പള്ളി തുറന്ന് നമ്മുടെ സ്കൂളിലുള്ള ചാപ്പൽ തുറന്ന് ഞങ്ങളുമായി അവിടെ പോയി കുറേ നേരം പ്രാർത്ഥിച്ചു. അന്നോടെ മകളുടെ ഭയം മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. പിന്നെ രഞ്ജിത്ത് എന്ന വാക്ക് സംസ്കൃത പദമാണ്. വിജയി അല്ലെങ്കിൽ സുന്ദരൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അച്ഛനിപ്പം പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുകയാണ്. ഇനിയും അച്ഛന് കൂടുതൽ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇടവകയുടെ പേരിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവം നേരുന്നു. നന്ദി, നമസ്കാരം. ജോജിയും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇടവകയിലും നമ്മുടെ സ്കൂൾ മാനേജറായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. ഈ ഒരു കാലയളവിൽ നമ്മുടെ ദേവാലയ നവീകരണത്തിനും സ്കൂളിലെ പല പരിപാടികൾക്കും അച്ഛൻ സഹായം ചെയ്തിട്ടുണ്ട്, നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തു തന്ന നമ്മുടെ രഞ്ജിത്തച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കുന്നതും അതും അച്ഛൻ്റെ ഫാമിലിയുടെ പ്രസൻസിൽ തന്നെ അത് ആഘോഷിക്കാൻ പറ്റിയതിൽ നമുക്ക് വലിയൊരു ഭാഗ്യവും അതുപോലെ സന്തോഷവും ഉണ്ട്.
ഈ സമയത്ത് അച്ഛൻ്റെ ചിറ്റപ്പൻ നമ്മുടെ തിരുവല്ല ആരൂപയുടെ മുതിർന്ന വികാരിയായിരുന്ന നമ്മുടെ ഫാദർ എബ്രഹാം മടത്തറമൽ അച്ഛനെ ഞാൻ ഈ സമയത്ത് ആദരപൂർവ്വം ഓർത്തു കൊടുക്കുന്നു. മദർശാന്തി, ഏറ്റവും സ്നേഹത്തിന മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കല് ഒരു അപ്പച്ചൻ്റെ ഒരമ്മച്ചിയുടെ 50-ാം വിവാഹ വാർഷികം നടക്കുകയാണ്. ഇവരുടെ വിവാഹ വാർഷികം നടക്കുന്ന സമയത്ത് അനേകർ വന്ന് അപ്പച്ചനെ പറ്റി, കൂടുതൽ ഈ അപ്പച്ചനെ പറ്റി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അപ്പച്ചനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അപ്പച്ചനെ അമ്മച്ചിക്കായിരിക്കും. കുറെ പേരുടെ പ്രസംഗങ്ങൾ ഈ അപ്പച്ചനെ പറ്റി വിവാഹവാർഷികമാണെങ്കിലും കഴിഞ്ഞ അമ്മച്ചിക്ക് ഒരു സംശയം, ഈ അടുത്തിരിക്കുന്നത് ഞാൻ കെട്ടിയ പുള്ളി തന്നെയാണോ? കൊച്ചുമോളെ വിളിച്ച് ഈ അപ്പച്ചൻ ചോദിച്ചു, എടി അവിടെ ഇരിക്കുന്നത് ഞാൻ കെട്ടിയ നിന്റെ വലിയപ്പച്ചൻ തന്നെയാണോ എന്ന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്കും തോന്നിയ ഒരു കാര്യം, പ്രിയപ്പെട്ട അനിയച്ചനും ശാന്തി മദറിനും പ്രസംഗിച്ചവരും ഒക്കെ പൗരോഹിത്യത്തെ പറ്റി അവർ പറഞ്ഞതെല്ലാം 100% സത്യമായ കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പൂർണ്ണമായിട്ട് എന്നെ പിടികിട്ടിയിട്ടില്ല. പൂർണ്ണമായിട്ട് കൂടെ താമസിച്ചിട്ട് അനിയച്ചന് പോലും മനസ്സിലായിട്ടില്ല. അത് അനിയച്ചനും ബാക്കിയുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ അതിനകത്ത് 100% രണ്ടാമത്തെ ഭാഗത്ത്, ആദ്യത്തെ 100% ശരിയാണ്, പൗരോഹിത്യവും സന്യാസവും. അതുകൊണ്ടെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല, നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്നും എനിക്ക് അറിയാം. ജൂബിലിയുടെ സമയം തീർച്ചയായിട്ടും അത് നന്ദി പറയുവാനായിട്ടുള്ള ഒരു സമയമാണ്. പ്രിയപ്പെട്ട ആദിനേശൻ അച്ഛൻ്റെ പ്രസംഗത്തിന്റെ ആദ്യ സമയത്ത് തന്നെ പഴയ നിയമത്തില് ജൂബിലിയെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ഒരു ഭാഗം അത് ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ ഒറ്റ വാക്കില് എല്ലാവർക്കും നന്ദി പറയുന്നു. ആളെ പ്രതി നന്ദി പറഞ്ഞാൽ അവിടെ കുഴപ്പമാണ്.